ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ധ്യാനത്തിലൂടെ കനാനിലേക്ക് പ്രവേശിക്കുന്ന ഈ 27-ാം ദിനത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 27-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ 1-ാം വാക്യത്തിൽ 5 മുഴ നീളവും 5 മുഴം വീതിയുമായി ഖദിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കണം. യാഗപീഠം നിയമ സമചതുരവും 3 മുഴം ഉയരവും ആയിരിക്കണം. അതിൻ്റെ 4 കോണിലും കൊമ്പുണ്ടാക്കണം. കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അത് താമ്രം കൊണ്ട് പൊതിയണം. അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിലെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ താമ്രം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കണം. ജാലത്തിന്മേൽ 4 കോണിലും 4 താമ്രവളയം ഉണ്ടാക്കണം. ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തും വണ്ണം യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വയ്ക്കണം. യാഗപീഠത്തിന് ഖദിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം. തണ്ടുകൾ വളയങ്ങളിൽ ഇടയണം. യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ 2 ഭാഗത്തും ഉണ്ടായിരിക്കണം. പലവ് കൊണ്ട് പൊള്ളയായി അത് ഉണ്ടാക്കണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അത് ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് കൃത്യമായി പറയുമ്പോൾ എങ്ങനെയാണ് താമ്രപീഠത്തിൻ്റെ ആ ഓൾട്ടറിൻ്റെ ക്രമീകരണങ്ങൾ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം വളരെ കൃത്യമായ ധ്യാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയുണ്ടോ, അല്ലെങ്കിൽ ഒരു കൊച്ചു വീടാണെങ്കിൽ പോലും ഒരു പ്രാർത്ഥനയ്ക്കായി ഒരു സ്ഥലവും ഒരു പായും മാറ്റി വയ്ക്കാനായിട്ട് ഏതവസ്ഥയിലുള്ളവർക്കും, വലിയ കോടികളുടെ ഭവനം പണിയുന്നവരും ഒരു പ്രാർത്ഥനാ മുറി പണിയാതെ ഇരിക്കുന്ന സങ്കടകരമായ കാഴ്ച കാണുമ്പോൾ, സാധാരണ വീടുകളിൽ പോലും പ്രാർത്ഥനാ മുറിക്ക് വേണ്ടി സ്ഥലം വേർതിരിച്ചിരിക്കുന്ന അനുഭവം കാണുമ്പോൾ വലിയ സന്തോഷം തോന്നും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള ആ വാക്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. തിരുനിവാസത്തിന് പ്രാകാരം ഉണ്ടാക്കണം. ഒരു കോർട്ട് തെക്കേ ഭാഗത്തേക്ക് ആ പ്രാകാരത്തിന് പിരിച്ച പഞ്ഞുനീൽ കൊണ്ടൊരു ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വേണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും അതിൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് 100 മുഴം നീളത്തിൽ മറശ്ശീല വയ്ക്കണം. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടും ആയിരിക്കണം. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രകാരത്തിൻ്റെ വീതിക്ക് 50 മുഴം നീളത്തിൻ്റെ മറശ്ശീലയും അതിന് 10 തൂണും അവയ്ക്ക് 10 ചുവടും വേണം. കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി 50 മുഴം ആയിരിക്കണം. ഒരു ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. മറ്റേ ഭാഗത്തേക്ക് 15 മുഴം നീളമുള്ള മറശ്ശീലയും അതിന് 3 തൂണും അവയ്ക്ക് 3 ചുവടും വേണം. എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി 20 മുഴം നീളമുള്ള ഒരു മറയും അതിന് 4 തൂണും അവയ്ക്ക് 4 ചുവടും വേണം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം. അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. പ്രാകാരത്തിന് 400 മുഴം നീളവും എല്ലായിടത്തും 50 മുഴം വീതിയും 5 മുഴം ഉയരവും ഉണ്ടായിരിക്കണം. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ചുവട് താമ്രം കൊണ്ടും ആയിരിക്കണം. തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും, പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ട് ആയിരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുനിവാസം ചെയ്യേണ്ട കാര്യങ്ങൾ, ആലയത്തിലകത്ത് പ്രതിഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കേണ്ട പ്രമാണങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്ക് യാഗപീഠത്തിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം ഇവിടെ കാണിച്ചു തരികയാണ്. അവസാനമായിട്ട് നമ്മളിങ്ങനെ ഒരു വ്യക്തി ജീവിതം, ഒരു ആലയം,
യെരൂശലേം ദൈവം ഉദ്ദേശിക്കുന്ന യഹോവയ്ക്ക് വേണ്ടി പണിയുന്ന ആലയത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് 20-21 വാക്യങ്ങളിൽ കാണുന്നത്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കുക. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ കത്തുവാൻ തക്കവണ്ണം വയ്ക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. ഇത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ് എണ്ണ. രാവും പകലും രാത്രിയിലും രാത്രിയുടെ യാമങ്ങളിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വലിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. നീ കനാനിലേക്ക് പ്രവേശിക്കുവാൻ ഈ വാക്യങ്ങൾ വായിച്ച് കേട്ട് അറിഞ്ഞ് പ്രമാണിച്ച് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കുമെന്നുള്ളതിനും രണ്ട് പക്ഷമില്ല. അതിനായി തീരുമാനങ്ങളെടുക്കാം, കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി. ഈ വചനത്തിൻ്റെ ശക്തിയിൽ എല്ലാവരും നിറയപ്പെടട്ടെ. നിരന്തരം ശോഭിക്കുന്ന ഒലിവെണ്ണയാൽ, ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒലിവെണ്ണയാൽ, ഏറ്റവും വിലയുള്ള ഒലിവെണ്ണയാൽ, ഇടിച്ചെടുത്ത ഒലിവെണ്ണയാൽ, പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്നവരായി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങളും തീരട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.